ബഹുമാനപ്പെട്ട സഹോദര ധർമ്മവേദിയുടെ ആദരണീയരായ നേതാക്കളെ, ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സമുദായാംഗങ്ങളെ, എനിക്ക് തന്നിരിക്കുന്ന വിഷയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംവരണ വിഷയം എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ സാറ് നടത്തിയ സംരംഭകത്വത്തെക്കുറിച്ചുള്ള ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, അദ്ദേഹത്തിൻ്റെ സമുദായം, ജനിച്ച സമുദായം ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പുറകെ പോയിരിക്കുന്നത് കൊണ്ട് അധ്വാനത്തിൻ്റെയും സമ്പത്ത് ഉണ്ടാക്കുന്നതിൻ്റെ നിർമ്മിക്കുന്നതിൻ്റെയും മേഖലയിൽ നിന്ന് വലിയ ദ്രുതഗതിയിൽ പിന്നോക്കം പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമുദായത്തെക്കുറിച്ചാണ് അത് പറഞ്ഞ ആ വിമർശനം സത്യവുമാണ്. അവരുടെ ക്രിസ്ത്യൻ സമുദായത്തിൽ വളരെ ശക്തമായുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ. പക്ഷേ ഇവിടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിക്കാതെ പോകാൻ പറ്റുന്നില്ല. ഈഴവ സമുദായത്തിൽ അടുത്ത കാലത്തായി നാരായണ ഗുരുവിനെ ദൈവമാക്കിക്കൊണ്ട് ഒരു വിഭാഗം ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് നമുക്കും ആ തരത്തിലുള്ള മൂല്യച്യുതികൾ അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടും. അത് വളരെ യുക്തിബോധത്തോട് ഭദ്രതയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതിന് കൃത്യമായിട്ടുള്ള ഒരു ആശയ രൂപീകരണം ഉണ്ടാക്കേണ്ട വിഷയമാണ്. തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ദൈവസിദ്ധാന്തമായാലും യുക്തിവാദ സിദ്ധാന്തമായാലും സ്വതന്ത്ര സമുദായവാദമായാലും ജാതി സമുദായമായാലും സ്വതന്ത്ര ദേശീയതയായാലും ചിന്തയായാലും ഇതിൻ്റെയൊക്കെ ഏത് തരത്തിൽ നമ്മൾ ചിന്ത അടിസ്ഥാനപ്പെടുത്താൻ വേണ്ടി നോക്കിയാലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാലും ഒരു പോയിന്റിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. ഈഴവ സമുദായാംഗങ്ങൾ സമുദായത്തിൻ്റെ ശക്തമായ മുന്നോട്ടുള്ള പോക്കിനും അധികാര പങ്കാളിത്തത്തിനും വേണ്ടി ഏതുതരം വ്യവസ്ഥയിലാണെങ്കിൽ, ഏതുതരം ചിന്താഗതിയിലാണ്, ഏതുതരം സിദ്ധാന്തത്തിന് അനുകൂലമോ പ്രതികൂലമോ ആയിക്കോട്ടെ, നാട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണക്രമത്തിൽ, അത് ജനാധിപത്യ ഭരണക്രമത്തിൽ മുന്നോട്ട് നീങ്ങുന്ന ആ വ്യവസ്ഥയിൽ നമ്മളുടെ പങ്ക് എന്ത്, നമ്മളുടെ ഓഹരി എന്ത്, നമ്മളുടെ പ്രാതിനിധ്യമുണ്ടോ, നമ്മൾ അതിൻ്റെ ഭാഗമാണോ എന്ന് കൃത്യമാക്കുകയും വ്യക്തമാക്കുകയും അത് കൃത്യമായി ചോദിച്ചു വാങ്ങുകയും. എന്തിനു വേണ്ടിയാണ് ഇത് ചോദിച്ചു വാങ്ങുന്നത്? രാജ്യത്തിൻ്റെ സമ്പത്ത് ബഡ്ജറ്റിലൂടെ പല പദ്ധതികളായി നാടിൻ്റെ പുരോഗതിയിലേക്ക് വീതം വെക്കുന്നു. ഇങ്ങനെ വീതം വെക്കുന്നത് ഏത് പുരോഗതി വേണം, ഏത് പദ്ധതി വേണം, ഏത് സ്ഥലത്ത് എന്ത് കാര്യമാണ് നടക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ നമ്മൾ ഭാഗമല്ല എങ്കിൽ എന്തുണ്ടാവും സ്ഥിതി? നമ്മൾക്ക് ഈ നാടിൻ്റെ പുരോഗതിയിൽക്കനുസരിച്ച് മുന്നേറുവാൻ വേണ്ടി നമ്മളുടെ ഓഹരി ചോദിച്ച് മേടിക്കുകയും അതിൻ്റെ പ്രയോക്താക്കളായി മാറുവാനും നമുക്ക് സാധിക്കത്തില്ല. അതൊരു അപരവൽക്കരണമാണ്. അപ്പോൾ പലപ്പോഴും നാരായണ ഗുരുവിൻ്റെ ജാതിഭേദം, മതദ്വേഷം എന്നുള്ള ദർശനവും അതോടൊപ്പം തന്നെ ജാതി ചിന്തകൾക്ക് അതീതമായി മനുഷ്യൻ ഒന്നാകണമെന്നുള്ള സിദ്ധാന്തവും തെറ്റായ രീതിയിലാണ് ഈഴവ സമുദായത്തിലെ പലരും ചിന്തിച്ചു വച്ചിരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും. അതിൻ്റെ ഒരു പരിണത ഫലമാണ് സംവരണ വിഷയത്തിലേക്ക് വരുമ്പോൾ സംവരണം വേണോ വേണ്ടയോ എന്നുള്ള ശക്തമായ തർക്കം വേണം. നമ്മൾ ഒരു ജാതി, ഒരു മതം എന്നുള്ള നാരായണ ഗുരുവിൻ്റെ ആപ്തവാക്യത്തിന് എതിരെ നീന്തുന്നവരാകത്തില്ലേ? ആ നിലപാടിനെതിരെയല്ലേ, ഗുരുവിനെതിരല്ലേ നമ്മളെന്നുള്ള ഒരു മിഥ്യാബോധം, ഒരു തെറ്റായ ബോധം
നമ്മളിൽ ആരോ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഏതോ ഒരു കോണിൽ നിന്ന് അത് അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് കൃത്യമായി വിശകലനം ചെയ്യാതെ നമ്മൾ അത് ഏറ്റുപാടുന്നു എന്നുള്ളതാണ് സത്യം. സർക്കാർ സർവീസുകളിലെ തൊഴിൽ സംവരണത്തെക്കുറിച്ച് പറയുമ്പോൾ ക്വാളിറ്റി വാദം ഉണ്ടാകുന്നു. ആ ക്വാളിറ്റി വാദത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഏത് സംവരണവാദം വന്നു കഴിഞ്ഞാലും അതിനെ എതിർക്കുന്നത്. സംവരണം എന്നതും സംവരണവാദം എന്നതും റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യം ചോദിച്ചു വാങ്ങലാണെന്നുള്ള ഒരു ബോധതലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ എത്തിയത് കൊണ്ടാണ് ഇവിടുത്തെ മുന്നോക്ക സമുദായം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശൂദ്രഹിന്ദുത്വർക്ക് തൊട്ട് മുകളോട്ടുള്ള ആൾക്കാർ അവർ സംവരണം ചോദിച്ച് മേടിച്ചത്. കാരണം അവർക്ക് സംവരണം കഴിക്കില്ല. കാരണം ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിൽ ആദ്യം സംവരണം നേടിയെടുത്തത് അവരാ. അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം മലയാളി മെമ്മോറിയലും ഈഴോ മെമ്മോറിയലും ഒക്കെ നമുക്ക് ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പല മെമ്മോറിയലിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ആദ്യം സംവരണം നേടിയെടുത്തവർക്കാ. ആ സംവരണത്തിൻ്റെ ഗുണമെന്താണെന്ന് അവരനുഭവിച്ച ജനതയാണ്. അതിലൂടെ വളർന്ന് ശക്തരായ ജനതയാണവർ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുന്നോക്ക വിഭാഗം എന്ന് പറയുന്ന സമുദായത്തിന് സംവരണം കഴിക്കില്ല. പക്ഷേ ഈഴവ സമുദായ അംഗങ്ങൾക്ക് സംവരണം എന്ന് പറയുമ്പോൾ അത് വേണ്ട, അത് നാരായണ ഗുരുവിൻ്റെ തെറ്റാണ്, കാഴ്ചപ്പാടിൻ്റെ തെറ്റാണ്. അല്ല, അത് നമ്മൾക്ക് എന്തോ ബലഹീനതയുള്ളത് കൊണ്ട്, നമുക്ക് ശേഷിക്കുറവുള്ളത് കൊണ്ട് നമ്മൾ സംവരണം കൊണ്ട് നേടുന്നവരാണ് എന്നുള്ള തെറ്റായ പൊതുബോധം സൃഷ്ടിക്കും. അത് നമ്മളിൽ അപകർഷതാബോധം സൃഷ്ടിക്കും. സത്യത്തിൽ ഇന്ന് ഇവിടെ നടന്ന ഭക്ഷണത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടായ സംവാദങ്ങൾ അതിന് മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കണം ശക്തമായി. ആ വിദ്യാഭ്യാസം ചെയ്യിച്ചിട്ട് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കണം. സത്യത്തിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കേൾക്കുന്നവർക്കും തോന്നും, ശരിയാണല്ലോ, നമുക്ക് ഒരുപാട് കഴിവുള്ള നമ്മളിവിടുത്തെ ഒരു സെക്ഷൻ പറഞ്ഞ കണക്ക് ഇന്ത്യയിൽ തന്നെ രഘുസാറ് ചൂണ്ടിക്കാണിച്ചാലും ഉത്തരേന്ത്യയിലെ OBC-കൾ നോക്കിക്കാണുന്നത് കേരളത്തിലെ ഈഴവ സമുദായം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശക്തമായ ഭൗതിക വിസ്ഫോടനം സൃഷ്ടിച്ച സമുദായമാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്താണ്, ഭൗതികമായി വളരെ ഉന്നതിയിലല്ലേ നമുക്ക് അങ്ങനെ നേടിയേ പോരെ എന്നൊരു തോന്നലുണ്ട്. സത്യമാണ് എന്ന് പെട്ടെന്ന് നമുക്ക് തോന്നാം. ഈ സംവരണ വിഷയങ്ങളിലേക്ക് ഒരു ഡിഗ്രിയുടെ അടിസ്ഥാനമാക്കി വിളിക്കുന്ന ജോലിക്ക് നമ്മൾ പഠിച്ച് ഡിഗ്രി നേടാതെ അതിന് നമ്മൾ എലിജിബിൾ ആകുന്നില്ല എന്നുള്ള കാര്യം നമ്മളവിടെ വെച്ച് മറന്നു പോവുക. അപ്പം നമുക്ക് ചുമ്മാതല്ല, അല്ലെങ്കിൽ ഒരു ഡിഗ്രി മാനദണ്ഡം വേണ്ട ഒരു തൊഴിലിന് അല്ലെങ്കിൽ സംവരണ വിഷയത്തിൽ തൊഴിൽ സംവരണത്തിന് അത് നേടിയിട്ടാണ്, ആ ഡിഗ്രി മാർക്ക് നേടിയിട്ടാണ്, അത് ഫസ്റ്റ് ക്ലാസ്സിലോ സെക്കൻഡ് ക്ലാസ്സിലോ അതിനേക്കാട്ടും ഉയർന്ന മാർക്കിലോ നേടിയിട്ടാണ് നമ്മൾ അതിന് എലിജിബിൾ ആയത് എന്ന ചിന്ത എന്തുകൊണ്ടാണ് നമ്മളിലേക്ക് വരാത്തത്? അതല്ലേ സംവരണത്തിനെതിരെ അല്ലെങ്കിൽ പഠിച്ചു നേടണമെന്ന് പറയുന്നതിൻ്റെ അടുത്തേക്ക് അത് നമ്മളിലേക്ക് എങ്ങനെയൊക്കെയോ നമ്മുടെ പൊതുബോധത്തിലേക്ക്, നമ്മുടെ ചിന്താഗതിയിലേക്കും കയറ്റിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമുക്ക് എലിജിബിലിറ്റി കുറവൊന്നുമില്ല. ഒരു സർക്കാർ ഉത്തരവ് അല്ലെങ്കിൽ ഒരു പോസ്റ്റിലേക്ക് വിളിക്കുന്ന ആ പോസ്റ്റിന് പറ്റിയ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ എന്താണോ അടിസ്ഥാന യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സംവരണ വിഷയത്തിൽ കേട്ടതുള്ളൂ. പിന്നെന്താണ്, അതൊരു പ്രാതിനിധ്യമാണ്. ഈ സംവിധാനത്തിൻ്റെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ത്രിതല ഭരണമാണ്. ജുഡീഷ്യറിയും ബ്യൂറോക്രസിയും അതോടൊപ്പം തന്നെ നിയമനിർമ്മാണ സഭയും ചേരുന്ന ഒരു ഭരണക്രമമാകുമ്പോൾ ഈ 3 ഭരണക്രമത്തിലും നമ്മൾക്ക് പ്രാതിനിധ്യമില്ലെങ്കിൽ നമ്മളുടെ ചിന്താഗതിയും നമ്മളുടെ ആവശ്യങ്ങളും നമ്മുടെ സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്കും നമ്മൾ പങ്കുചേരില്ല, അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കപ്പെടുന്നതിന് തുല്യമാണ്. അപ്പോൾ സംവരണ വിഷയം ഇവിടെ സുദേശൻ രഘു സാർ വിശദമായി പറയും. ഞാനിവിടെ ഈ തദ്ദേശ സംവരണത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ സമുദായങ്ങളിൽ സംവരണത്തിനെതിരെയുള്ള ഒരു കാഴ്ചപ്പാട് ഞാനിപ്പം പറഞ്ഞു നിർത്തി. നമ്മൾക്ക് വിദ്യാഭ്യാസം നേടിയെടുക്കണം.
പക്ഷേ ഇനിയിപ്പം തദ്ദേശ സ്വയംഭരണ ഇത് വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഈ മാർക്കും പഠനമൊന്നും വേണ്ട. ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ആർക്കെങ്കിലും വിദ്യാഭ്യാസം വേണോ? അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാതെയാണ് ഇവിടെ ഒരു സംവരണ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ എന്തില്ല, ക്വാളിറ്റി വിഷയമില്ല. എന്നിട്ടും ആ വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾക്ക് മത്സരിച്ച് നേടാം എന്നുള്ളതാണ്. അവിടുത്തെ മത്സരം എന്ന് പറഞ്ഞാൽ എന്താണ്? വോട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള മത്സരമാണ്. 30% താഴെയുള്ള വോട്ട് ബാങ്കുള്ള നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും, ആദ്യമായി ഈ വിഷയത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ സെക്കുലറിസം പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതസംഘടനകളും എല്ലാ ജാതി സംഘടനകളും കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏതാണ്ട് 90% ജനങ്ങളും വോട്ട് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാസ്റ്റ് പൊളിറ്റിക്സാണ്. മതപരമായും ജാതീയപരമായും ചിന്തിച്ച് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. അല്ല എന്ന് വേണമെങ്കിൽ തർക്കിക്കാം, പക്ഷേ അങ്ങനെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒട്ടൊക്കെ സ്ഥാനാർത്ഥികൾ നിർത്തുകയൊക്കെ ചെയ്യുന്നത്. ഇനി ആ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചില കുതന്ത്രങ്ങളൊക്കെ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന കാസ്റ്റ് പൊളിറ്റിക്സ് നിലനിൽക്കുന്ന ജാതീയമായും മതപരമായും വോട്ട് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ ഭരണപങ്കാളിത്തത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തപ്പെടും? ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ പത്രങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ പഠന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. 80 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റിലാണ് ഈഴവ സ്ഥാനാർത്ഥികളെ നിർത്തിയത്. അങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലല്ലേ ജയിക്കാൻ പറ്റത്തുള്ളൂ, മത്സരിക്കാൻ പറ്റത്തുള്ളൂ, എന്നിട്ടല്ലേ ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഭരണ നേതൃത്വത്തിലേക്ക്, ഭരണ പങ്കാളിത്തത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമുക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടണമെങ്കിൽ ആ മേഖലയിൽ സംവരണം അത്യാവശ്യമാണ്. അതൊരു ബലഹീനതയല്ല. അവിടെ പഠിപ്പിൻ്റെ വിഷയമില്ല, അവിടെ ഒരു ക്വാളിറ്റി പ്രശ്നമില്ല, ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇനി എന്താണ് ഈ സംവരണ വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അത് നേടിയെടുക്കേണ്ട ആവശ്യകത എന്താണ്? അത് ഔദാര്യമാണോ? ഏതാണ്ട് കൊച്ചി SNDP യോഗത്തിൻ്റെ 1121 ആണ്ട്, അതായത് 1946 കൊച്ചി SNDP യോഗത്തിൻ്റെ ഒരു അവകാശ പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. അവകാശ പ്രഖ്യാപനത്തിൽ ഒന്നാമത്തെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലെ രണ്ടാമത്തെ മുദ്രാവാക്യം അവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് പ്രാതിനിധ്യ ജനാധിപത്യത്തെക്കുറിച്ചാണ്. ഈഴവർക്ക് അർഹമായിട്ടുള്ള ഭരണ പങ്കാളിത്തം വേണം എന്നുള്ള അവകാശമാണ്. ആ അവകാശ പ്രഖ്യാപനം 1946 കൊച്ചി SNDP യോഗത്തിൻ്റെ വാർഷിക യോഗത്തിൽ ശ്രീ അച്യുതൻ അധ്യക്ഷൻ വഹിച്ച യോഗത്തിൽ പ്രഖ്യാപിച്ചുവെങ്കിലും 46 മുതൽ ഉള്ള ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും നടന്ന് കഴിഞ്ഞ് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിനിടയ്ക്കൊക്കെ ഉത്തരേന്ത്യയിലും കേരളത്തിലുമൊക്കെ ഈ ത്രിതല പഞ്ചായത്തിലെ ഭരണ പങ്കാളിത്തത്തിന് വേണ്ടി ഒട്ടനവധി മെമ്മോറാണ്ടങ്ങളും അതോട് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പല കമ്മീഷൻ റിപ്പോർട്ടുകളുമൊക്കെ വന്നിട്ടും ഇതൊക്കെ ഒരു മൂലയ്ക്ക് ഒതുങ്ങുകയായിരുന്നു. അപ്പോഴാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ആരാധ്യനായ VP സിംഗ് നടപ്പിലാക്കുന്നതും കോൺഗ്രസ് അതിനോടുകൂടി കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുന്നതൊക്കെ. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് 1992 ഒരാക്ട് ഉണ്ടാക്കുന്നു. ത്രിതല പഞ്ചായത്തിൽ
ഇന്ത്യയിലെ OBC-കൾക്ക് സംവരണം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അമെൻമെൻറ്റ്, അത് 73-74 ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്നു. 93 ഏപ്രിൽ മാസം 24-ാം തീയതി ഇന്ത്യൻ പാർലമെൻറ്റ് നിയമം പാസ്സാക്കുന്നു. ഇന്ത്യയിൽ 21 സംസ്ഥാനങ്ങൾ ആ നിയമം രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞു. കേരളത്തിൽ ഇതുവരെ ആ നിയമം നടപ്പിലാക്കിയിട്ടില്ല. 31 വർഷമായിട്ട് ആ നിയമം പെട്ടിയിൽ ഉറങ്ങുകയാണ്. 94-ൽ ഇന്ത്യൻ പാർലമെൻറ്റ് ആർട്ടിക്കിൾ 243 D6-ഉം T6-ഉം അമെൻഡ് ചെയ്ത് 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പിലാക്കിയ അനുവദിച്ചു തന്ന ഒരു നിയമപരമായ അവകാശം. ഇനി ആർക്കും തലയിൽ എന്ത് വേണ്ട, സംവരണം എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു നമ്മളുടെ ബലഹീനതയ്ക്കുള്ളത് തന്നെയാണ്. അർഹമായ പങ്കാളിത്തത്തിന് വേണ്ടി തന്നെയാണ് ഈ നിയമം പാസ്സാക്കിയത്. എങ്കിൽ 94-ൽ പാസ്സാക്കിയ ഈ നിയമം പെട്ടിയിൽ ഉറങ്ങുമ്പോൾ 2019 ജാനുവരി മാസം 8-ാം തീയതി ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് 14-ാം തീയതി ഇന്ത്യയിൽ നിയമം അടുത്ത മാസം കേരളത്തിൽ എന്തായി? EWS നിയമം കേരളത്തിൽ എന്തായി? നടപ്പിലാക്കി. 94 മുതൽ SNDP യോഗം ഈ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടില്ല. അവസാനമായി മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 2 മാസം മുമ്പെങ്ങാണ്ട് മൈസൂരിൽ നടന്ന SNDP യോഗത്തിൻ്റെ നേതൃ പഠന ക്യാമ്പിൽ ഇതൊരു പ്രമേയമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഉടൻ തന്നെ കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് ഞാനൊരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. അങ്ങനെയാണ് ഇപ്പോൾ ഈ വിഷയം പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ആ റിട്ട് ഫയൽ ചെയ്യുന്ന കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ കക്ഷി ചേരുമെന്നാണ് പ്രഖ്യാപിച്ചത്, അവിടെ പ്രമേയം അവതരിപ്പിച്ചത്. പക്ഷേ ഇതുവരെയായിട്ടും ആ കേസിൽ കക്ഷി ചേരാനായിട്ട് വേണ്ടി ആരും വന്നിട്ടില്ല. ആ കേസ് ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ബഡ്ജറ്റ് സമ്മേളനം നടക്കുന്നതുകൊണ്ട് സർക്കാരും പ്രതിനിധികളും എല്ലാ മന്ത്രിമാരും എല്ലാം സിസ്റ്റം മൊത്തം അതുമായി ബന്ധപ്പെട്ട് തിരക്കിലായതുകൊണ്ട് വീണ്ടും സർക്കാർ അതിന് കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി സമയം ചോദിച്ചിരിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് അത് വെട്ടിൽ വീഴുന്നൊരു വിഷയമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ പല സംഘടനകളെയും പല നേതാക്കന്മാരെയും ഒക്കെ നേരിട്ടും ഫോണിലൂടെയും ഒക്കെ നമ്മൾ അഭ്യർത്ഥിച്ചു, ഈ കേസിൽ കക്ഷി ചേരണം, ഇത് പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. സർക്കാർ, സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാർ ആയാലും UDF സർക്കാർ, ഏത് സർക്കാരായാലും ഇതിനകത്ത് ഇത് നടപ്പിലാക്കുമെന്നോ നടപ്പിലാക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ അവർ ഒരു ഔട്ട് ഓഫ് ഇറ്റ് ഒരു മറുപടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൊടുത്തു കഴിഞ്ഞാലും അത് നമ്മളുടെ വിജയമാണ്. ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യുവാനും മുഖ്യധാരയിലേക്ക് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു കഴിഞ്ഞ 2-3-4-5 വർഷമായി 2019-20 ശേഷം EWS വിഷയം നമ്മളെല്ലാവരും വളരെയേറെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ആ EWS വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ സമുദായ അംഗങ്ങളിൽ തന്നെ ഉള്ള ഒരു വിരുദ്ധ അഭിപ്രായം വരുന്നത്, അവർക്കും കിട്ടട്ടെ സംവരണം, അവരിലും പാവപ്പെട്ടവരില്ലേ. അപ്പോൾ സംവരണത്തിൻ്റെ വിഷയങ്ങൾ ഇവിടെ രഘുസാറ് പറയുന്നുള്ളത് അതിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പം അത്തരം ഒരു മനോഭാവമാണ് നമ്മുടെ സമുദായ അംഗങ്ങൾക്ക് ഉള്ളത്. പക്ഷെ നമ്മുടെ ഒരു സംവരണ വിഷയം നമുക്ക് അനുവദിക്കപ്പെട്ട അതേ രീതിയിൽ ഇന്ത്യൻ പാർലമെൻറ്റ് അനുവദിക്കപ്പെട്ട ഒരു സംവരണ വിഷയം 31 വർഷമായി ഇത് പെട്ടിയിലാണ്, നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല. അത് നടപ്പിലാക്കിയെടുക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഇത് നടപ്പിലാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇനി എന്താണ് ഗുണം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മളുടെ ബഡ്ജറ്റിൻ്റെ 30-40% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് എന്ത് കൊടുക്കുന്നത്? അനുവദിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഈ ബഡ്ജറ്റ് വിഹിതം 30-40% ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. ഈ ബഡ്ജറ്റ് വിഹിതം പഞ്ചായത്തിൽ ബഡ്ജറ്റ് ചർച്ച ചെയ്തത് തീരുമാനിക്കുമ്പോൾ നമ്മളുടെ ബഹുജനങ്ങൾ, നമ്മളുടെ സമുദായാംഗങ്ങൾ
താമസിക്കുന്ന സ്ഥലങ്ങളിലെ പദ്ധതിക്ക് വിഹിതം വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയണം. വെച്ചിട്ടില്ലെങ്കിൽ അത് വെപ്പിക്കണം. ഒരു ചെറിയൊരു കാരണം ഇതൊന്നും വെക്കത്തില്ല, നടക്കത്തില്ല എന്നുള്ളതിനൊരു ചെറിയൊരു ഉദാഹരണം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഒരു മെമ്പറാണ് അദ്ദേഹം. മുസ്ലിം ലീഗ് വിമതനായിട്ട് വിജയിച്ച ആളാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർഡിലേക്ക് ഒരു 7.5 ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതിയെല്ലാം അനുവദിച്ച് കിടക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നത്, പണം കൊടുക്കുന്നില്ല. അതുകൊണ്ട് അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് കൗൺസിലറായിട്ട് ഈ 4 വർഷം, ഇപ്പം 5ാമത്തെ വർഷം ആകുന്നല്ലോ, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം വിമതനായി ജയിച്ചു വന്നിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ പൊളിറ്റിക്കൽ നെക്സസ് എല്ലാം കൂടെ തീരുമാനിച്ച് ഇവൻ്റെ ഈ സാധനം പാസ്സാക്കി കൊടുക്കണ്ട. അദ്ദേഹത്തിൻ്റെ വാർഡിലെ പ്രധാനപ്പെട്ട ഒരു കുടിവെള്ള വിഷയം പരിഹരിക്കാനായിട്ട് വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ തദ്ദേശ സർക്കാരിൻ്റെ ഫണ്ടിൽ പണം അനുവദിച്ചു, പദ്ധതി പ്രൊജക്റ്റായി, അത് DPC അപ്രൂവൽ നേടി, ബഡ്ജറ്റിൽ ഫണ്ട് കൊണ്ട്, മുനിസിപ്പാലിറ്റിയിലും ഫണ്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അവസാനം വേറൊരു തരത്തിലുള്ളൊരു സൂത്രപ്പണി ഞാൻ പറഞ്ഞു കൊടുത്ത് അതെന്തായി, അതുമായി ബന്ധപ്പെട്ടല്ല, ഈ പറഞ്ഞ ആൾക്കാരുടെ മറ്റു ചില അഴിമതി വിഷയങ്ങൾ അറിയാവുന്നതുകൊണ്ട് അതിനൊരു ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം ഇതുകൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഇത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോവുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ 4 വർഷമായിട്ട് നടപ്പിലാക്കി കൊടുക്കാത്ത ആ പദ്ധതി എന്ത് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ നടപ്പിലാക്കിയ ആ വാർഡിലെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ ഒരു തദ്ദേശ സർക്കാരിൽ നമ്മൾക്ക് പ്രാതിനിധ്യമില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഈ ഒരു ചെറിയ സംഭവത്തിലൂടെ മനസ്സിലായല്ലോ. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ അവിടുത്തെ ബഡ്ജറ്റിൽ തുക അനുവദിപ്പിക്കുവാനും ആ തുക നമ്മളുടെ ആൾക്കാരെ അല്ലെങ്കിൽ നമുക്ക് കിട്ടണ്ട, നമുക്കെല്ലാം കൂടെ കിട്ടണമെന്നല്ല, നമ്മളുടെ സമുദായങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ തടയുന്നുണ്ടോ? അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ വികാസമാണ് തടയുന്നത്. ഫലത്തിൽ എന്താണ്? തദ്ദേശ സർക്കാരുകളിൽ കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യമില്ലെങ്കിൽ സമുദായം വികസിക്കത്തില്ല. സമുദായത്തിൻ്റെ അംഗങ്ങൾ വികസിച്ചെങ്കിലല്ലേ സമുദായത്തിന് ഉന്നമനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്ത് തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വിഷയമാണ് ഇത്? നമ്മുടെ അവകാശവുമാണ്. അതുകൊണ്ട് EWS വിഷയം ഏറ്റെടുക്കുന്നതിനെക്കാട്ടും ഒരു പടി മുന്നേ നമുക്ക് ഏറ്റെടുക്കേണ്ട വിഷയവും ഈ വിഷയം എടുക്കുന്നതിലൂടെ സമുദായ അംഗങ്ങളുടെ സംവരണ മനോഭാവത്തിന് തന്നെ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരു വിഷയമാണിത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം, ഈ തദ്ദേശ സംവരണ വിഷയം ഒരു റിട്ട് ഹർജിയായി ഒക്കെ ഞാൻ ഈ വിഷയങ്ങളിലും നമ്മുടെ ആൾക്കാരുടെ മനോഭാവങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമാണ് EWS വിഷയം എടുക്കണോ അതോ തദ്ദേശ സംവരണ വിഷയം പ്രാതിനിധ്യം എടുക്കണോ. നമ്മുടെ നാട്ടിലെ എല്ലാ പാർട്ടികളിലും സമുദായ അംഗങ്ങൾ പല പാർട്ടികളുമുണ്ട്. പക്ഷെ ഇവരെയൊക്കെ വെള്ളം കോരികളും വിറകുകൊട്ടികളും ആക്കി മാറ്റിക്കൊണ്ട് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ മറ്റ് സമുദായങ്ങൾ സ്ഥാനാർത്ഥിത്വം നേടിയെടുക്കുന്നു എന്ന് നമുക്ക് പലർക്കും പരിദേവനമുള്ളതാണ്. പലരും ഫേസ്ബുക്കിലും പോസ്റ്റ് ഇടാറുണ്ട്. അവരവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. ഇതിനൊരു പരിഹാരം വേണ്ടേ? എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും? എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള സമുദായ അംഗങ്ങൾ അവരവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കണം. ഇത് കണക്കൊരു നിയമമുണ്ട്. നിങ്ങൾ 2019 ഇവിടുത്തെ സംവരണം നടപ്പിലാക്കി കൊടുത്തില്ലേ? ഇത് 31 വർഷമായി ഞങ്ങൾക്ക് അനുവദിച്ചിട്ട്, ഇനിയും പറ്റില്ല, ഇത് നടപ്പിലാക്കി തരണം. ഇതിൻ്റെ ഗുണമുണ്ടാകാൻ വേണ്ടി പോകുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന സമുദായ അംഗങ്ങൾക്ക് തന്നെയാണ്. കാരണം എന്താണ്? ഇപ്പം ഞാൻ അമ്പലപ്പുഴ സ്വദേശിയാണ്. ഇപ്പം താമസിക്കുന്ന മലയാറ്റൂർ പഞ്ചായത്താണ്. മലയാറ്റൂർ പഞ്ചായത്തിൻ്റെ അടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ ഞാനൊരു പഠനം നടത്തി. ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിൽ 18 മെമ്പർമാരുണ്ട്. പക്ഷേ 2 ഈഴവ മെമ്പർമാർ മാത്രമേ ഉള്ളൂ. മലയാറ്റൂർ പഞ്ചായത്ത് ഒരു
15 വർഷം മുമ്പ് വരെ ഈഴവ പ്രസിഡന്റന്മാർ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്താണ്. പുറത്തുള്ള ആൾക്കാരുടെ ഒരു ചിന്ത എന്ന് പറയുന്ന മലയാറ്റൂരിൽ മൊത്തം ക്രിസ്ത്യാനികളാണെന്നാണ്. മലയാറ്റൂരിൽ ക്രിസ്ത്യാനികളുടെ തുല്യ ജനസംഖ്യയുള്ള പഞ്ചായത്താണ് മലയാറ്റൂർ പഞ്ചായത്ത്, ഈഴവർക്ക് തുല്യം. പക്ഷേ കഴിഞ്ഞ 20 വർഷമായി മലയാറ്റൂർ പഞ്ചായത്തിൽ എന്തില്ല? കൃത്യമായി പ്രാതിനിധ്യത്തോടു കൂടിയുള്ള ഈഴവ പ്രാതിനിധ്യവുമില്ല. ഈഴവ പ്രാതിനിധ്യം പോയിട്ട് OBC പ്രാതിനിധ്യം വേണ്ടേ? OBC വിഭാഗങ്ങളിലെ മറ്റ് സമുദായങ്ങൾക്ക് എന്തെങ്കിലും പ്രാതിനിധ്യം കിട്ടണ്ടേ? ആർക്കും ഇല്ല. ഇതാണ് സ്ഥിതി. ഇത് തൊട്ടടുത്ത കാലടി പഞ്ചായത്തിലും അങ്ങനെ എല്ലായിടത്തും ഇത് തന്നെയാണ്. ഇനി നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങൾ താമസിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ, അല്ലെങ്കിൽ പഞ്ചായത്ത് തദ്ദേശ സർക്കാർ സ്ഥാപനത്തിൽ, പ്രദേശത്ത് നിങ്ങളിതൊന്ന് ചിന്തിച്ചേ, ഇതൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും ദയനീയ സ്ഥിതിയായിരിക്കും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാന സർക്കാരിന് വിവരാവകാശ രേഖകൾ പലതും വെച്ചു. നമുക്ക് തരുന്നത് കാലി കവറയിച്ച് വരും. ഇപ്പോഴത്തെ ഒരു വിവരാവകാശ രീതി ഇതാണ്. ഈ സമുദായവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഡേറ്റ കളക്ഷൻ നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് അയച്ചു കഴിഞ്ഞാൽ എന്താവും? കാലി കവറിനകത്തൊരു പേപ്പർ ഇട്ടാണ് തരുന്നത്. കാരണം എന്താ? ഈ രേഖ കിട്ടിക്കഴിഞ്ഞാലല്ലേ നമ്മൾ ഇതുമായിട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കത്തുള്ളൂ. അപ്പോൾ അത്തരം അവസ്ഥയാണ് ഈ വിഷയമല്ല എല്ലാ വിഷയവുമായിട്ടുള്ളത്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടുള്ള അതിൻ്റെ ഭരണതലത്തിൽ കൃത്യമായിട്ടുള്ള ജനകീയ പങ്കാളിത്തം കിട്ടിയില്ല എങ്കിൽ വളരെ ഗൗരവമായിട്ടുള്ള പ്രതിസന്ധി വരും കാലങ്ങളിൽ ഈഴവ സമുദായം നേരിടേണ്ടി വരും എന്ന് തന്നെ പറയാം. നമ്മളുടെ ആദരണീയനായിട്ടുള്ള ജനറൽ സെക്രട്ടറി, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയോട് ഈ വിഷയം പല രീതിയിൽ പലരിലൂടെ പലരും ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം, ഇപ്പം കുറച്ച് സീറ്റൊക്കെ ഈഴവർക്ക് കൊടുക്കുന്നില്ലേ, ഇനി ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നും തന്നില്ലെങ്കിലോ? എന്ത് വിചിത്രമായിട്ടുള്ള വാദമാണ്. പിന്നെ അടുത്തൊരു വാദവും കൂടെ അദ്ദേഹം പറഞ്ഞതും പല ഈഴവർക്കും ഉള്ള മറ്റൊരു വാദം ഉള്ളത്, അത് ജനറൽ സെക്രട്ടറിയുടെ മാത്രം വാദമല്ല കേട്ടോ, ഈ ഹാളിലിരിക്കുന്ന ചിലർക്കും ഉള്ള ഒരു ആശങ്കയും അവരുടെ ഒരു വാദമൊക്കെയാണ്. OBC സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കും കിട്ടത്തില്ലേ? അപ്പം പിന്നെ നമ്മളത് പറയാതിരിക്കുന്നതല്ലേ നല്ലത്. അതായത് മറ്റേ എന്താണ്, അമ്മായിയമ്മ അല്ല മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കാണണം എന്നുള്ള ഒരു വല്ലാത്ത ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ. എന്താ, നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമുദായ സംവരണം പറയാം, അല്ലെങ്കിൽ OBC സംവരണം, ഈ നിയമം നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണഫലം മുസ്ലിങ്ങൾക്കും കിട്ടത്തില്ലേ? സത്യത്തിൽ ഈ ചുറ്റുപാടുകളെക്കുറിച്ച് ഒട്ടും ബോധം ഇല്ലാത്ത ഒരു അഭിപ്രായ പ്രകടനമാണത്. കാരണം എന്താ, മുസ്ലിങ്ങൾക്ക് സംവരണം ഇല്ലെങ്കിൽ പോലും അവർക്ക് കൃത്യമായ അവർക്ക് ഭൂരിപക്ഷമുള്ള അവർക്ക് കേവലം ഒരു 30-40% വോട്ടുള്ള വാർഡുകളും പഞ്ചായത്തുകളും അവർക്ക് പ്രസിഡൻ്റാകാനും മെമ്പറാകാനും പ്രസിഡൻ്റാകാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡൻ്റാകാനും വൈസ് പ്രസിഡൻ്റാകാനും അങ്ങനെ മുഴുവൻ സ്ഥാനം അവർക്ക് മേടിച്ചെടുക്കാൻ അവർക്ക് നല്ല കഴിവുണ്ട്. അപ്പം നമ്മുടെ ഈ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഗുണമുണ്ടാകുന്നത് മുസ്ലിം സമുദായത്തിന് അല്ല. ഒരുപക്ഷെ ഞാൻ നടത്തിയ ഒരു പഠനത്തിൽ അവർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മേധാവിത്വം ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്തൊക്കെയോ തെറ്റായി കാര്യങ്ങൾ ധരിക്കുകയും കുറേ മുസ്ലിം വിരോധം നമ്മൾ ഇൻഹെയിൽ ചെയ്തിരിക്കുന്നത് വെച്ച് എന്താണ്, തെറ്റായ നിഗമനങ്ങളിലാണ് നമ്മൾ എത്തപ്പെടുന്നത്. അപ്പം ഒരു വിഷയം പഠിക്കുമ്പോൾ നമ്മൾ മറ്റാരെങ്കിലും പറഞ്ഞു തരുന്നതോ ഇഞ്ചക്ട് ചെയ്തു തരുന്നതോ വിഷയം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന ഗൗരവമായിട്ടുള്ള വിഷയമാണ് അത്. അത്തരത്തിലുള്ളൊരു വലിയ പ്രശ്നമുള്ളത് ഈഴവ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ പോപ്പുലേഷനെ കുറിച്ച് തന്നെയാണ്. അടുത്ത കാലത്ത് ഇറങ്ങിയിരിക്കുന്ന പഠന റിപ്പോർട്ടുകളിൽ മൊത്തവും ഇസ്ലാം സമുദായത്തിൻ്റെ പോപ്പുലേഷൻ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 2.3 കേരളത്തിൽ. ദേശീയ തലത്തിൽ 2.4 ഈഴവരുടെ ബർത്ത് റേറ്റ് 2.1 ഉണ്ടെന്നാണ് കണക്ക്. ഒരു അച്ഛനും അമ്മയ്ക്കും 2 കുട്ടികൾ ഉണ്ട് എന്നർത്ഥം.
അപ്പം 2.1 2.3 അതായത് 0.2. ഇപ്പം 100 ഈഴവ ഫാമിലിയിൽ 210 കുട്ടികൾ ജനിക്കുമ്പോൾ 100 മുസ്ലിം കുടുംബങ്ങളിൽ 230 കുട്ടികൾ പിറക്കുന്നു എന്നുള്ളതാണ്. 20 കുട്ടികളുടെ വ്യത്യാസമുള്ളൂ. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പലരും ആരൊക്കെയോ ഇഞ്ചക്ട് ചെയ്ത് തന്നിരിക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, കണക്കുകൾ പോലും പരിശോധിക്കാതെ വംശീയമായിട്ട് ആ സമുദായത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പോകുന്നത്. അവർ ഈ കൃത്യമായി ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് ഇതുവരെയായിട്ടും തിരിച്ച് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ 2.3 നിങ്ങൾ 2.1 ഇല്ലേ? പിന്നെ ഞങ്ങളെ ഇത് പറഞ്ഞ് ഈ ബർത്ത് റേറ്റ് പറഞ്ഞ് പന്നി പറ്റി വരികയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കുന്നതിന് പകരം നിങ്ങളെന്ത് പറയണം? അന്ന് പണ്ട് മന്നത്ത് പത്മനാഭൻ ഈഴവ അമ്മമാരെ അവഹേളിച്ച അത് തന്നെ ഞങ്ങൾ പറയണമെന്ന് തിരിച്ചവർ ചോദിക്കേണ്ടതാണ്. പക്ഷെ അവർ ചോദിക്കുന്നില്ല. ഒരുപക്ഷെ അവർക്ക് ആ കണക്ക് കിട്ടിയിട്ടില്ല. അവരുടെ തലയിലേക്ക് ആ ഒരു TFR റേറ്റ് കയറിയിട്ടില്ലായിരിക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സംവരണം വിഷയത്തിൽ നമ്മൾ ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ശക്തമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇതിന് പുറത്തുള്ള പല ഈഴവ സുഹൃത്തുക്കളിലും തെറ്റായി കുത്തിവെച്ചിരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവരെത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം അനുസരിച്ച് OBC-കൾക്കും സംവരണം കിട്ടുമ്പോൾ 50% സംവരണത്തിലേക്ക് എത്തുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മുസ്ലിം പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രാതിനിധ്യം കുറച്ച് കുറയാനേ ഉപകരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ജനറൽ സെക്രട്ടറി പറയുന്നു തെറ്റായ ഒരു കാര്യങ്ങളും പഠിക്കാതെ പറയുന്നു, നമ്മുടെ ചില സമുദായ അംഗങ്ങളും പറയുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ വിഷയം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ OBC-കളിൽ തന്നെ പ്രബല സമുദായമായിട്ടുള്ള ഈഴവ സമുദായത്തിനായിരിക്കും ഈ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ നേട്ടം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നിയമം നടപ്പിലാക്കാത്തത്. അല്ലെങ്കിൽ ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയ ഈ നിയമം നടപ്പിലാക്കേണ്ട കാലം എത്രയോ കഴിഞ്ഞു. ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങളിലേക്ക് ഈഴവർ സ്വയം നടക്കും. അങ്ങനെ ഞാൻ അത് പറഞ്ഞതിൻ്റെ അടുത്ത കാര്യം, ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലുള്ള പുതിയ യുവനിരയും ഇപ്പോൾ ഉള്ള നേതൃനിരയും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും, കോൺഗ്രസ്സിലായാലും BJP-യിലായാലും CPM-ലായാലും CPI-യിലായാലും ഒക്കെ ഡസൻ കണക്കിന് ഇവിടുത്തെ ഉന്നത സമുദായങ്ങളുടെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായങ്ങളുടെയും മുസ്ലിം സമുദായങ്ങളുടെയൊക്കെ നേതാക്കന്മാരെ, യുവ നേതാക്കന്മാരെ വരെ നമുക്ക് എണ്ണാൻ പറ്റും. പക്ഷേ ഈ സമുദായങ്ങളിലൊന്നും, ഈ രാഷ്ട്രീയ പാർട്ടികളിലൊന്നും എന്തുകൊണ്ടാണ് അത്തരത്തിൽ 1, 2, 3, 4 എന്ന് അല്ലെങ്കിൽ ഒരു 5 വിരൽ പോലും എണ്ണാൻ വേണ്ടി എന്ത് പറ്റുന്നില്ല? ഈഴവ നേതാക്കളും ഈഴവ യുവ നേതാക്കളും ഇല്ലാത്തത്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലൂടെ പഞ്ചായത്ത് മെമ്പറായി അല്ലെങ്കിൽ 2 ടേം കഴിയുമ്പോഴത്തേക്ക് അവൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി. ആ പഞ്ചായത്ത് പ്രസിഡൻ്റായി കഴിഞ്ഞാൽ നേരെ എന്താണ് അടുത്ത ക്ലെയിം? എവിടേക്ക് വരാം? നിയമസഭയിലേക്കൊക്കെ വരാം. ഇത് വരാതിരിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയ സ്ട്രാറ്റജി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ നിയന്ത്രണത്തിലൂടെ ഇത് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. പലയിടത്തും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു ഈഴവ സമുദായത്തിലെ ഒരു അംഗത്തെ ആദ്യം ആ വാർഡിൽ ഭൂരിപക്ഷം എന്താകും? സ്ഥാനാർത്ഥിയാക്കും. പക്ഷെ 2ാം ടേം കഴിവതും കൊടുക്കത്തില്ല. 2ാം ടേമിൽ പറയും സുഹൃത്തിൻ്റെ ഈ മെമ്പറുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയവും വളരെ ജനോപകാരപ്രദവും ജനങ്ങളുടെ കണ്ണിലുണ്ണിയൊക്കെ ആയതുകൊണ്ട് ഇദ്ദേഹത്തെ ബ്ലോക്ക് ഡിവിഷനിലേക്ക് നിർത്താൻ തീരുമാനിച്ചു എന്നാണ്. അപ്പം ഒരുമാതിരിപ്പെട്ട ആൾക്കാർ വിചാരിക്കും, ഓ കുറച്ചും കൂടെ നമ്മളെ പ്രൊമോട്ട് ചെയ്തതാണല്ലോ. സത്യത്തിൽ അവൻ്റെ 2ാമത്തെ ക്ലെയിം ഇല്ലാതാക്കുകയും അവൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനത്തേക്കോ അടുത്ത ടീമിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണ്. വലിയ വിചിത്രമായിട്ടുള്ള ഇടപെടലുകളാണ്
നടക്കുന്നത്. ഇതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഈ രണ്ടാമത്തെ ടേം പഞ്ചായത്ത് മെമ്പറാക്കാൻ അവർ മാക്സിമം ഇല്ലാതാക്കും നോക്കും. മൂന്നാമത്തെ ടേം ആ വാർഡിൽ എന്ത് കൊടുക്കില്ല, അയാളെ സ്ഥാനാർത്ഥിത്വം കൊടുക്കില്ല. ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും, അല്ലെങ്കിൽ അതായത് ഇപ്പോൾ നടക്കുന്ന മൂന്ന് മുന്നണികളിലെ രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കില്ല. കാരണം എന്താ, അങ്ങനെ കൊടുത്താൽ ആ പഞ്ചായത്ത് 10 വർഷത്തിൽ കൂടുതൽ മെമ്പറായ, അല്ലെങ്കിൽ 15ാമത്തെ ടേം വരെ 15 വർഷമായിട്ട് മെമ്പറാകേണ്ട ആളായിട്ട് വരും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾക്ക് ആ പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം കൊടുക്കേണ്ടി, പ്രസിഡന്റ് ആക്കേണ്ടി വരും. അധികാര സ്ഥാനമാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ അധികാരങ്ങളുണ്ട്. ചില നിർണായക സമയങ്ങളിൽ സ്ഥലം SIA വരെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ചെറിയ അധികാരമല്ല. അധികാരത്തിൻ്റെ ഭാഗമാക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ നടക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞ് ഫലപ്രദമായിട്ട് നമ്മളുടെ വാർഡുകളിൽ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹോദരധർമ്മവേദി എന്ന ബാനറിൽ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റണം. അവിടെ SNDP യോഗവും ശാഖയും യൂണിയൻ നേതാക്കളും ഇടപെട്ടില്ലല്ലോ. അവരിടപെടാത്തടത്ത് ഇതൊരു സംഘടനാ പ്രവർത്തനമായിട്ട് എടുക്കണം. ഈ സംഘടന ദ്രുതഗതിയിൽ വളരുവാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു ഇടപെടലായി മാറും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈഴവ മെജോറിറ്റിയുള്ള വാർഡുകളിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം അജണ്ട വെച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഭൂരിപക്ഷം വോട്ടുള്ള, അല്ലെങ്കിൽ ഭൂരിപക്ഷമായിട്ടുള്ള ആയിട്ടുള്ള ഒരു വാർഡിൽ സ്ഥാനാർത്ഥികളെ, ഈഴവ സമുദായത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കണം. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ ഏത് സംഘടനയുടെ ബലത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ വിമതപക്ഷത്താണോ അല്ലെങ്കിൽ അപരപക്ഷത്താണോ എന്ന് നോക്കാതെ നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും അവർക്ക് വേണ്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഒരുപാട് പൈസ ഒന്നും വേണ്ട. എല്ലാ വോട്ടർമാരെയും കാണണം, കൂട്ടായ സമുദായമായിട്ടുള്ളൊരു തീരുമാനമെടുക്കണം. നമുക്ക് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞ് എല്ലാ വീടുകളിലും കൂടെ ഒരു 5 പേരടങ്ങുന്ന ടീം കയറി എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട്, ഇപ്പോൾ സംഘടനാ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഇലക്ഷൻ നിൽക്കുമ്പോഴത്തേക്ക് പണം വേണം, അങ്ങനെയുള്ള പലതരത്തിലുള്ള നീക്കുപോക്കുകളാണല്ലോ സംഘടനാ പ്രവർത്തനത്തിന്, ഒരു ആശയപ്രചരണത്തിന് വേണ്ടി ഇപ്പോൾ നമ്മൾ നേരിടുമ്പോഴത്തേക്ക് പലരോടും ചോദിക്കുമ്പോഴത്തേക്ക് പൈസ ഉണ്ടോ, സംഘടന ഉണ്ടാക്കണം, പൈസ ഉണ്ടോ എന്നുള്ള ഒരു തലവാണല്ലോ ഇപ്പോൾ ഉള്ളത്. പൈസയില്ലാതെ ചലിക്കത്തില്ല. പക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു പ്രവർത്തനം ഈ സംഘടന ഏറ്റെടുത്ത് നോക്കിയേ. ഈ സംഘടന ആ സമുദായത്തിൽ അതാത് ശാഖകളിലെ ആ ഏരിയയിൽ ഈ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എന്താണ് ശക്തമായിട്ടുള്ള വേരോട്ടുണ്ടാവും. ആ സ്ഥാനാർത്ഥിയും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുടുംബവും അവരുടെ കുടുംബവും ആ കുടുംബവും അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സംഘടനയെ ശക്തമാക്കുവാൻ വേണ്ടി ഉള്ള, ദ്രുതഗതിയിൽ ശക്തമാക്കുവാൻ വേണ്ടിയുള്ളൊരു പ്രോജക്റ്റും കൂടെ ഇത്. അതോടൊപ്പം തന്നെ സമുദായത്തിന് അർഹമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അർഹമായുള്ള പരിഗണന കിട്ടേണ്ട അവസ്ഥ. എങ്ങാനും നമ്മളുടെ സ്ഥാനാർത്ഥികളൊക്കെ 1ഉം 2ഉം പേരൊക്കെ ജയിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല പഞ്ചായത്തുകളും എന്താണ്, ത്രാസിലൊക്കെയാണ്. ഇവരൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടോ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തേക്ക്, പഞ്ചായത്തിൻ്റെ അധികാര സ്ഥാനത്തിലേക്ക് എത്തും. പഞ്ചായത്ത് പ്രസിഡന്റുമാരായി പ്രവർത്തിച്ച് ജനങ്ങളുടെ ഒരു പ്രവർത്തനം 5 വർഷം തക്കെ നടത്താനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് അവരെന്താണ്, ജനശ്രദ്ധ, നല്ല പ്രവർത്തനമാണെങ്കിൽ ജനശ്രദ്ധയിലേക്ക് എത്തും. ആ ജനശ്രദ്ധയിലേക്ക് എത്തുമ്പോഴത്തേക്ക് പിന്നെ അവരെ രാഷ്ട്രീയ പാർട്ടികൾ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും തഴയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതിനൊരു ഉദാഹരണമാണ് പ്രതിഭ MLA. പ്രതിഭ MLA എൻ്റെ നാട്ടുകാരിയാണ്, ബന്ധുവാണ്. അവർക്ക് പ്രതിഭയ്ക്ക് ആദ്യം കിട്ടിയ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പ്രതിഭേനെ അടുത്ത ജില്ലാ പഞ്ചായത്തിലേക്ക്, അതും വെള്ളിയനാട് വാർഡിൽ വളരെ പലതരത്തിലുള്ള ഇടപെടലുകളും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടന്നതിൽ അവസാനം നിങ്ങളത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവസാന മൂമെൻറ്റിലാണ് വെള്ളിയനാട് ഡിവിഷനിൽ
പ്രതിഭയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അവിടുന്ന് ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി. അവിടുന്ന് നേരെ അടുത്ത പ്രാവശ്യം എന്താണ് ആ പാർട്ടിക്ക് പ്രതിഭയെ MLA സ്ഥാനത്തിലേക്ക് പരിഗണിക്കേണ്ടി വന്നു. അപ്പോൾ ആ അംഗത്തിന് അല്ലെങ്കിൽ പ്രതിഭയ്ക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാകാൻ വേണ്ടി ഒരു അവസരം കിട്ടിയണ്ട. മറിച്ച് സാധാരണ ഒരു മെമ്പർ ആണെങ്കിലും എന്തില്ല, ഇത്രയും രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തെത്താൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാകത്തില്ല. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരാകുക എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ ദ്രുതഗതിയിലുള്ള ശാക്തീകരണത്തിന് അത്യന്താപേക്ഷിതമാണ്. ഒരുപാട് നേതാക്കന്മാർ വരും. ഇപ്പം കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈഴവ സമുദായത്തിൽ ഓരോ ജില്ലയിലും നേതൃദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ? ഈ പരിഹാരം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഈ 1994 ഇന്ത്യൻ പാർലമെൻറ്റ് നടപ്പിലാക്കിയ ഈ നിയമം നടപ്പിലാക്കുവാൻ വേണ്ടി സാമുദായികമായി സംഘടിക്കുകയും SNDP യോഗ നേതൃത്വം ഈ വിഷയം ഏറ്റെടുത്തില്ലെങ്കിലും ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി ഇത് നടപ്പിലാക്കേണ്ട ആവശ്യമാണ്. കുറ്റം പറയാൻ മാത്രമല്ല, കുറ്റം പറയുന്നവൻ്റെ ചിലപ്പം കൂടുള്ളവർ മാത്രം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇതിനു വേണ്ടി പരിശ്രമിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? SNDP യോഗ നേതൃത്വം എന്താണോ ചെയ്യാത്തത് അതിനുവേണ്ടി പരിശ്രമിക്കുക. സഹോദരൻ അയ്യപ്പൻ്റെ ലൈൻ, സഹോദരൻ അയ്യപ്പൻ എന്നോട് നാരായണ ഗുരു ജാതി പോണം അയ്യപ്പ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഏറ്റെടുത്ത് ശിരസാവഹിച്ച് സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം തുടങ്ങുന്നു. ആ സഹോദര പ്രസ്ഥാനം തുടങ്ങിയിട്ട് ജാതി ഉന്മൂലനം ചെയ്യാൻ വേണ്ടി സഹോദരൻ അയ്യപ്പൻ തൻ്റെ തൊട്ട് മുകളിലുള്ള അല്ലെങ്കിൽ ഈ ജാതി സവർണത ഈ സമുദായത്തിൻ്റെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സവർണ വിഭാഗങ്ങളുമായി ജാതികളുമായി കലഹത്തിനേർപ്പെടാനോ അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയോ അവർക്കെതിരെ പ്രകടനം നടത്താനോ പ്രവർത്തിക്കാനോ പോയോ? ഇല്ല. മറിച്ച് എന്താണ് ചെയ്തത്? സ്വസമുദായം തൊട്ട് താഴത്തെ സമുദായത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന നീതികേടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി പന്തിഭോജനം എന്ന സമരായുധമാണ് സഹോദരൻ അയ്യപ്പൻ എടുത്തത്. ആ പ്രവർത്തനത്തിന് എതിരെ ഏറ്റവും കൂടുതൽ ശക്തമായ എതിർപ്പ് അയ്യപ്പനും സംഘത്തിനും നേരിടേണ്ടി വന്നത് ഒരു സവർണ സമുദായ നേതൃത്വങ്ങളിൽ നിന്നോ സമുദായ സംഘടനകളിൽ നിന്നോ ജാതി സംഘടനകളിൽ നിന്നോ അല്ല, ഈഴവ സമുദായത്തിൽ തന്നെ ഒരു വിഭാഗം ഈ ഒരു യാഥാസ്ഥിതികരിൽ നിന്നാണ്. ആ യാഥാസ്ഥിതികരുടെ ആ എതിർപ്പിനെ ഫലപ്രദമായി തരണം ചെയ്തപ്പോഴാണ് അയ്യപ്പന് സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ പറ്റും. അവിടെ വെച്ച് എന്താ ഈ വലിയൊരു വിഭാഗം, കാരണം പിരിമേട് കണക്ക് നിൽക്കുന്ന സവർണ അധികാര ഗോപുരത്തിൻ്റെ ഏറ്റവും താഴെ ഈ ഇളക്കം തട്ടിയപ്പോഴത്തേക്ക് മുകളിലുള്ളവർക്കൊക്കെ എന്ത് ചെയ്യേണ്ടി വന്നു? മാറ്റം ഉണ്ടാക്കേണ്ടി വന്നു, മാറേണ്ടി വന്നു. അപ്പോൾ നമ്മൾക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മൾക്ക് ഒരു വിഷയമുണ്ടെങ്കിൽ നമുക്ക് ആരിൽ നിന്നാണോ ആ വിഷയം നേരിടുന്നത് അവർക്കെതിരെ സമരം ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ യഥാർത്ഥ തിക്താനുഭവം നേരിടുന്ന ജനതയിൽ അത് ആശയം പ്രചരിപ്പിക്കുകയും അവരെ ഒന്നിച്ചു കൂട്ടുകയും അവർ സംഘടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? ആദ്യം ഈ സമുദായത്തിലുണ്ടായിരുന്ന യാഥാസ്ഥിതികർക്ക് മാറേണ്ടി വന്നു. ആ മാറ്റം എന്ന് പറയുന്നത് ശ്രേണീകൃതമായി ആ വിഭാഗത്തിലുള്ള ഓരോ സമുദായത്തിലെയും ഒരു നിശ്ചിത വിഭാഗം യാഥാസ്ഥിതികരിലൂടെയാണ് അന്നും ഇന്നും അധികാരം അല്ലെങ്കിൽ ശ്രേണീകൃത അധികാരം നിലനിർത്തിപ്പോരുന്നത്. ആ ശ്രേണീകൃത അധികാരത്തെ തകർക്കുവാൻ വേണ്ടി നമ്മൾ ആരുമായിട്ടാണ് കലഹിക്കേണ്ടത്? അത് അയ്യപ്പൻ്റെയും സഹോദര സംഘത്തിൻ്റെയും പ്രവർത്തനം നമ്മൾ വിശദമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് മാറ്റമുണ്ടാക്കുവാൻ വേണ്ടി നമ്മളെ ദ്രോഹിക്കുന്ന സമുദായങ്ങളുമായിട്ടല്ല നമ്മൾ കലഹത്തിന് പോകേണ്ടത്. നമ്മളെ അവരിൽ കൊണ്ടുവന്ന് ചാപ്പ കയറ്റുന്ന കുത്തുന്ന അല്ലെങ്കിൽ അവരുടെ നുകം കലപ്പയുടെ പോത്തിന് വീഴുന്ന കലപ്പ നമ്മളുടെ തോളിൽ വെച്ച് തരുന്ന ആ ഓളിഗാർഗീനെ, എല്ലാ സമുദായത്തിലും ഓളിഗാർഗിയുണ്ട്, ആ ഓളിഗാർഗിയെ ആ വിഭാഗം
ശക്തമായി ഈ സമുദായ സംഘടന പിടിച്ചെടുത്തതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം ഇന്നിവിടെ കൂടേണ്ടി വന്നത്, ഇങ്ങനൊരു സഹോദര ധർമ്മവേദി ഉണ്ടാകേണ്ടി വന്നത്. അപ്പോൾ അത് നമ്മൾ കാണുകയും നമ്മൾക്ക് കിട്ടേണ്ട ഒരു വലിയ നിയമം നടപ്പിലാക്കുവാൻ വേണ്ടി പരിശ്രമിക്കാത്ത യോഗ നേതൃത്വത്തിനെ കലഹത്തിന് പോകുന്നതോടൊപ്പം തന്നെ അത് മാറ്റുവാൻ വേണ്ടി ഇങ്ങനൊരു നിയമത്തെക്കുറിച്ച് അടുത്ത കാലത്ത് വരെ എനിക്ക് തോന്നുന്നില്ല ഈ നമ്മളുടെ ഈഴവ സമുദായത്തിലെ അംഗങ്ങൾ ഇത്തരത്തിലൊരു നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ടോ. അപ്പം ഇത്തരത്തിലുള്ള കുറച്ച് റൈറ്റപ്പും പത്ര വാർത്തകളൊക്കെ വന്നപ്പോഴത്തേക്കാണ് പലരും വിളിച്ചിട്ട് ഇങ്ങനൊരു നിയമം ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിഞ്ഞത് തന്നെ. ഇപ്പം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നമ്മൾ കുറച്ച് പേര്. നേരത്തെ ഇവിടെ ക്ലാസ് എടുത്ത സാർ സൂചിപ്പിച്ച പോലെ നമ്മുടെ സമുദായത്തിലെ ബുദ്ധിജീവികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബുദ്ധിജീവികളിലൂടെയാണ് മാറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വിഷയത്തെ കുറച്ച് തുറന്ന് സംസാരിക്കുവാൻ വേണ്ടി, കുറച്ച് മറയിട്ട് പറയേണ്ട കാര്യമൊക്കെയാണ് എങ്കിൽ പോലും ആ സീമകളൊക്കെ ലംഘിച്ചുകൊണ്ട് കുറച്ച് തുറന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇത്തരത്തിലുള്ള നിയമം ഉണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സംവരണം എന്ന് പറയുന്നത്, രഘു സാർ ഇവിടെ ഈ സംവരണ വിഷയം വളരെ വിശദമായിട്ട് പറയും. സംവരണം എന്നത് നമ്മളുടെ പ്രാതിനിധ്യമാണ്. അത് നമ്മുടെ നമ്മൾ ബലഹീനരായതുകൊണ്ട് തരുന്ന ഒരു ഔദാര്യമല്ല. ഒരു ഡിഗ്രി മാനദണ്ഡമാക്കി വിളിക്കുന്ന ഒരു ഉദ്യോഗത്തിന് ഡിഗ്രി ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞ് പോകാം. ഇവിടെ ആ ഒരു പൊതുബോധം നമ്മളുടെ പലരിലും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും ഉച്ചയ്ക്ക് സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഈ ഒരു വിഷയം കൂടെ പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശ്രീ പി വിജയൻ IPS OBC വിഭാഗമാണ്. ശ്രീ പി വിജയൻ IPS ശരിക്കും പറഞ്ഞാൽ IAS അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. അദ്ദേഹം MA എക്കണോമിക്സിൽ എന്തുള്ളതാണ്, 1ാം റാങ്കുകാരനാണ്. ക്വാളിറ്റി കുറവുണ്ടോ? ഇല്ല. അദ്ദേഹം IAS UPS പരീക്ഷ എഴുതി, ക്വാളിഫൈ ചെയ്തു. പക്ഷേ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് 120 മാർക്കാണ് ഇൻ്റർവ്യൂ ബോർഡ് കൊടുത്തത്. ഇത് പരിശോധിക്കണം നിങ്ങൾ. പഠിച്ചാലും ഇവിടെ കയറി കിട്ടുമോ? നിങ്ങളെല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നതല്ലേ. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് മേടിക്കണം, പഠിച്ച് മേടിക്കണം, നേടാം. പക്ഷേ പി വിജയൻ IASൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ UPSC ഇൻ്റർവ്യൂ ബോർഡിന് IAS UPSC റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളവരോട്, അല്ലെങ്കിൽ അത് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരോട് അവരുടെ ഹിസ്റ്ററി, ബയോഡേറ്റ അല്ലെങ്കിൽ അവരോടൊക്കെ ആശയസംവാദം നടത്തിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ശ്രീ പി വിജയൻ IASന് 120 മാർക്കാണ്, 120 മാർക്കാണ് എന്ത് ഇൻ്റർവ്യൂ ബോർഡ് കൊടുക്കുന്നത്. ഇവിടുത്തെ ഏത് സവർണൻ ആ ഇൻ്റർവ്യൂവിൽ പെടുത്തു കഴിഞ്ഞാൽ, ഹരിത, നിങ്ങൾ നെറ്റിലൊക്കെ ഉണ്ട്, ഹരിത IASൻ്റെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മാർക്ക് എടുത്ത് നോക്കൂ, 180. OBC വിഭാഗത്തിൽ നിന്നുള്ള ആരെങ്കിലും ഈ ഇൻ്റർവ്യൂ ബോർഡിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് 120 മാർക്ക് കൂടുതൽ കൊടുക്കത്തില്ല. ഈ 120 മാർക്ക് അവിടെ കൊടുക്കുമ്പോഴത്തേക്കുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 180 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, 85-90 സീറ്റെങ്ങാണ്ടാണ് ഓരോ വർഷം IASലേക്ക് എടുക്കുന്നത്. ഈ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, അവർ IASൽ ക്വാളിഫൈ ചെയ്യത്തില്ല. അപ്പോൾ പഠിച്ചു, 1ാം റാങ്ക് നേടി, UPSC പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്ത്, പക്ഷേ എന്ത് കൊടുക്കത്തില്ല, മാർക്ക് കൊടുക്കില്ല. എങ്കിൽ അപ്പർ ക്ലാസ്സിൽ പെടുന്ന എന്ന് അവർ വിചാരിക്കുന്ന, അല്ലെങ്കിൽ അപ്പർ ക്ലാസ് എന്ന് സർക്കാർ തീരുമാനിച്ചു വച്ചിരിക്കുന്ന വിഭാഗങ്ങളിൽ നിന്നും UPSC IAS UPSCയുടെ ഫൈനൽ ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ അത് അവർക്കെല്ലാം 180 മാർക്കായിരിക്കും. നിങ്ങൾ എവിടെ പഠിച്ചിട്ട് എന്ത് നേടുമെന്നാണ് പറയുന്നത്? സംവരണം ഉള്ളതുകൊണ്ട്, റെപ്രസെൻറ്റേഷൻ ഉള്ളതുകൊണ്ട് സംവരണത്തെ ഇനി ബലഹീനതയുടെ അവകാശമായിട്ട് ഔദാര്യമായി കാണുന്നതിന് പകരം ഭരണത്തിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള പ്രാതിനിധ്യം, റെപ്രസെൻറ്റേഷനാണ്, അവകാശമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരട്ടെ. നിങ്ങൾ ചിന്തിക്ക്. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? അത് ചിന്തിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര മത്സരിച്ച് പഠിച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ ഇൻ്റർവ്യൂ ബോർഡുകൾ ടെസ്റ്റൊക്കെ എഴുതാം, ടെസ്റ്റിലൊക്കെ മാർക്കുണ്ടാവും. ടെസ്റ്റിൽ 1ാം റാങ്ക് കിട്ടുന്നവനും ഇൻ്റർവ്യൂവിന് എന്നിട്ട് ഈ മാർഗാഭ്യാസത്തിലൂടെ
പുറത്തു പോകും. ഇത് തന്നെയാണ് കേരളത്തിലെ ദേവസ്വം ബോർഡിൽ 40% OBC സംവരണം നടപ്പിലാക്കിയിട്ടു ഇപ്പോഴും അത് നടപ്പിലാക്കാൻ വേണ്ടിയാണല്ലോ EWS പരീക്ഷണം തുടങ്ങിയത്. ഇപ്പോഴും OBC സംവരണം നടപ്പിലാക്കിയിട്ടും എന്തുകൊണ്ട് ഇൻ്റർവ്യൂവിന് എന്ത് ചെയ്യുന്നില്ല? അവർ മാർക്കിട്ട് കഴിഞ്ഞാൽ, എത്ര മാർക്കിട്ട് കഴിഞ്ഞാലും ഈഴവരും മറ്റ് OBCകളും ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാലും എത്ര ഇട്ട് കഴിഞ്ഞാലും അവൻ്റെ പെർഫോമൻസ് പോരാ. അവൻ ഓൾറെഡി അവിടെ ഇത് ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അവൻ്റെ റൂട്ട് വരെ എടുത്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നത്. അപ്പം പി വിജയൻ IAS എന്ന് പറയുന്നത് IPS IAS ആകേണ്ടതാണ്. കാരണം എന്താ, ആ വർഷത്തെ ഇൻ്റർവ്യൂ ബോർഡിൽ ശ്രീ പി വിജയൻ IPSന് 120 പകരം 180 മാർക്കായിരുന്നുവെങ്കിൽ അദ്ദേഹം IAS കാരനായിട്ട് കയറേണ്ടതാണ്. IAS കാരനാകുന്നതിൻ്റെയും IPS കാരനാകുന്നതിൻ്റെയും വ്യത്യാസം എന്താണ് ഇന്ത്യൻ ഭരണ സർവീസിലെന്ന് അറിയാവുന്നവർക്കറിയാം. എങ്ങനെയാണ് നമ്മളെ തോൽപ്പിക്കുന്നത്, എത്ര മത്സരിച്ച് ഒഴിച്ചു കഴിഞ്ഞാലും തോക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ സംവരണം ഇല്ലായിരുന്നുവെങ്കിൽ ദേവസ്വം ബോർഡ് കണക്ക് ഇന്ത്യയിലെ കേരളത്തിലെ PSCയും UPSCയും ഒക്കെ ആയി നിങ്ങൾക്കൊന്നും നമുക്കൊന്നും ഒരു ജോലിയും കിട്ടാത്ത, കൃത്യമായ ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായേനെ എന്ന് മാത്രം. ഇനി സർവീസിൽ കഴിഞ്ഞിട്ടുള്ള ഇത്തരം ഓഫീസർമാരോടൊന്നും നിങ്ങളൊന്ന് ചോദിക്കുക, അവരുടെയായിട്ട് പീഡിപ്പിക്കുന്നത്. ശ്രീ പി വിജയനെ തന്നെ എന്തോ ഒരു എന്താണ് തീവ്രവാദി തന്നെയോ അല്ലെങ്കിൽ അതാണ് ആരായൊരു കുറ്റവാളിയെ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എന്തോ ഇദ്ദേഹം ചോർത്തി കൊടുത്തു എന്നും പറഞ്ഞ് ഇതൊക്കെ ചെയ്യുന്നത് വേറൊന്നിനുമല്ല, ഇത് ഗൂഢാലോചനയാണ്. ഇത്തരം ലോബികൾ സർവീസിൽ പ്രവർത്തിക്കും. അവരെന്ത് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കും. ആരുടെ വാട്സപ്പ് കൂട്ടായ്മ? ഈഴവനെ ഹിന്ദു എന്നും പറഞ്ഞ് കൂട്ടും, ഹിന്ദു നാമധാരികളെ കൂട്ടും. പക്ഷേ അതിനകത്ത് ഒറ്റ ഈഴവനും എന്തില്ലായിരുന്നു? ഇവിടെ വേണുഗോപാൽ IAS ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഈഴവനും ഇല്ലായിരുന്നു. പക്ഷേ ഹിന്ദുവാണ്. മീഡിയയിലേക്കൊക്കെ വന്നപ്പോൾ എന്താണ് ചർച്ച എന്തായിരുന്നു? ഒരു IAS ഓഫീസർ ഹിന്ദുക്കളുടെ പേരിൽ എന്ത് ചെയ്തു? വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി, വളരെ കുറ്റകരമാണ്, അന്വേഷണമൊക്കെ നടന്ന്. പക്ഷേ ആ വാട്സപ്പ് കൂട്ടായ്മയിൽ ആരില്ലായിരുന്നു? ഹിന്ദുക്കളുണ്ടായിരുന്നു. അവരുദ്ദേശിക്കുന്ന ഹിന്ദുക്കളുണ്ടായിരുന്നു. ഒരു ഈഴവൻ IAS കാരനെയും അതിനകത്ത് അംഗമാക്കിയില്ല. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കണം. നമ്മൾ നാരായണ ഗുരുവിൻ്റെ എല്ലാവരും മനുഷ്യരെല്ലാം ഒന്നാണ്, മനുഷ്യൻ്റെ ഗുണം ഒന്നാണ്, അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ഒന്നാണ്, ഒരു യോനിൽ നിന്ന് പിറക്കുന്ന എല്ലാവരും ഒന്നാണ്, അത് മനുഷ്യകുലത്തിൽ പിറന്നവനാണ്, അതുകൊണ്ട് അവൻ മനുഷ്യനാണ്, ജാതി ചിന്തകൾ പോകണം, മതചിന്തകൾ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളുടെ ഈ പറയുന്ന ജീവിക്കാനുള്ളതും അതുപോലെ തന്നെ പ്രാതിനിധ്യത്തിനുള്ളതും നമ്മളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ റെപ്രസെൻറ്റേഷൻ, ഭരണ പങ്കാളിത്തം ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ദയവായി ആരെങ്കിലും ഇനിയും ഇത്തരം ചിന്തകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ പി വിജയൻ IPSൻ്റെ ഉൾപ്പെടെയുള്ള ഒട്ടനവധി സർവീസിലുള്ള IAS കിട്ടേണ്ടിയിരുന്നവരെ എങ്ങനെയാണ് ഇവർ പുറത്ത് കളയുന്നത്? എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് ഇത്രയും നാളുമായിട്ടും വീണ്ടും OBC സംവരണം 40% ആക്കിയിട്ടും എന്തുകൊണ്ട് അവിടെ ഇപ്പോഴും എണ്ണം കയറുന്നില്ല? ഇത്തരം യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കണം. അവിടെയാണ് തദ്ദേശ സ്വയംഭരണ സംവരണത്തിൻ്റെ ആ നിയമം നടപ്പിലാക്കിയെടുക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. അത് EWS നിയമത്തിനെ പുനഃസ്ഥാപിക്കുന്നതിനെക്കാട്ടും തൊട്ട് ഒരല്പം മുൻഗണന നൽകിക്കൊണ്ട് നമ്മൾ അധികാര സ്ഥാനത്തേക്ക് വരുന്നതിന് വേണ്ടി ഉള്ള ഒരു വലിയ അവസരമാണ്, നിയമമാണ് ഈ പാസ്സാക്കപ്പെട്ടിരിക്കുന്നത് എന്നും നാടിൻ്റെ അധികാരത്തിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് ഒരാളും ഇന്ന് MLA നാളെ മന്ത്രിയൊന്നും ആകത്തില്ല. ഘട്ടം ഘട്ടമായിട്ടുള്ള പൊതുപ്രവർത്തനം, അതും വലിയ ദുഷ്കരമായിട്ടുള്ളതാണ്. അതിന് സമുദായത്തിൻ്റെ സപ്പോർട്ട് വേണം. ഓരോ സമുദായ അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന സമുദായ അംഗങ്ങൾക്ക് സപ്പോർട്ട് വേണം. അവർക്ക് സമുദായ ബോധം ഉണ്ടാകണം. അല്ലാതെ ഇതിനെ തൂക്കി വിൽക്കുന്ന എന്താണ് സംവിധാനങ്ങളായി മാറുന്നവരെ എന്ത് ചെയ്യണം? കൈയൊഴിയുകയും ചെയ്യണം. അപ്പോൾ സമുദായ സ്നേഹമുള്ള അംഗങ്ങളെ രാജ്യത്തിൻ്റെ നാടിൻ്റെ ഭരണ നേതൃത്വത്തിൽ എത്തിക്കുവാൻ വേണ്ടിയും അതുവഴി ഭരണ പങ്കാളിത്തം ഉറപ്പാക്കുവാൻ വേണ്ടിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ 73-74 ഭരണഘടനാ അമെൻമെൻറ്റിലൂടെ നടപ്പിലാക്കി നമുക്ക് കിട്ടിയ ഈ നിയമം നടപ്പിലാക്കുവാൻ വേണ്ടി കൂട്ടായ പരിശ്രമം വേണം എന്നാണ് ഈ സെഷനിൽ എനിക്ക് ആദരണീയരായ യോഗത്തിൽ ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമുദായങ്ങളോടും നേതൃത്വത്തിനോടും
പങ്കുവെക്കുവാനുള്ളതെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.